C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇവിടെ നിനക്കും അതിനൊരു അവസരം കിട്ടും. ഏട്ടത്തി അമ്മയായിട്ടും ഭാര്യയായിട്ടും നിനക്ക് അവനെ സ്നേഹിക്കാം. ദ്രൗപദിയുടെ പാത നിനക്കും പിന്തുടരാം. ഇവിടെ പക്ഷേ ഒരു കുഴപ്പമുണ്ട്. 5 പേരില്ല, 2 പേരേ ഉള്ളൂ. DKയും SKയും. നീയൊന്ന് പരീക്ഷിച്ചു നോക്കടി. പുഴുത്തുനാറിയ നിന്റെ ഈ നാവ് അടക്കി വെച്ചോണം നീ. അല്ലാതെ ഇനിയും ഇതുപോലെ ദുർഗന്ധം വമിക്കുന്ന വർത്തമാനം വിളമ്പിയ പിഴുതെടുത്ത് ദൂരെ എറിയ ഞാൻ. പെണ്ണാണോടി? ശിവയുടെ മനസ്സിൽ ആവശ്യമില്ലാത്തതൊക്കെ കുത്തിത്തിരികിയത് നീയാണെന്ന് എനിക്കിപ്പൊ മനസ്സിലായി. നീ എന്നെ തല്ലിയല്ലേ അടുക്കളക്കാരി പെണ്ണ്. ബന്ധങ്ങളുടെ വിലയേറിയത്തൊരു വിഡ്ഢിയാണ് ഞാനെന്ന് നീ കരുതിയോ? ഈ നിൽക്കുന്നവരിൽ ആരൊക്കെയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒരച്ഛന്റെ കരുതലും സ്നേഹവും നൽകി എന്നെ വളർത്തിയ മഹാമനുഷ്യൻ കെട്ടിയ താലിയാ ജ്യോതിയുടെ കഴുത്തിൽ കിടക്കുന്നത്. അപ്പൊ പിന്നെ ഇതെന്റെ ഏട്ടത്തെ അല്ലാതെ വേറെ ആരാടി? നീ എന്നെ ഒരുപാട് പറഞ്ഞ് ഇളക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ നിന്റെ വിവരക്കേടായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. ഏട്ടത്തി എന്ന് നിങ്ങൾ ആരും കേൾക്കാൻ ഞാൻ വിളിച്ചിട്ടില്ല, അത് ശരിയാ. പക്ഷെ മനസ്സുകൊണ്ട് 1000 വട്ടം ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഈ പാദത്തിൽ നമസ്കരിച്ചിട്ടുണ്ട്. ഇതെന്റെ വെറും ഏട്ടത്തിയല്ല, ഏട്ടത്തി അമ്മയാണ്. ഏട്ടത്തി അമ്മ. എന്റെ ഏട്ടന് ഞാൻ അച്ഛന്റെ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മയുടെ സ്ഥാനം തന്നെയാ ഈ ഏട്ടത്തേക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഏട്ടത്തിൽ നിനക്ക് തന്ന അടിയുണ്ടല്ലോ, അത് ഞാൻ നിനക്ക് തരാനുള്ളതാ. മഹാഭാരതത്തിലെ ദ്രൗപദിയെ നിനക്കറിയാം, പക്ഷേ രാമായണത്തിലെ ലക്ഷ്മണനെ നിനക്കറിയില്ല. ഏട്ടന്റെ ഏട്ടത്തിയുടെ പാത പിന്തുടർന്ന് രാജ്യവും അധികാരവും ഉപേക്ഷിച്ച് ഭക്തിയോടെ അവർക്ക് പിന്നാലെ വനവാസത്തിന് പോയ ലക്ഷ്മണനെ കുറിച്ച് നീ എന്തേ അറിഞ്ഞില്ല?
യു ആർ എ ഗ്രേറ്റ് മൈ സൺ. അമ്മേ, ഏട്ടത്തി അമ്മയെന്ന് നീ ജ്യോതിയെ വിളിക്കുന്നത് കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയടാ കണ്ണ. അമ്മേ, ഏട്ടന്റെ ഭാര്യയെ ഞാൻ പിന്നെന്താ വിളിക്കണ്ടേ? ഇത്രയും നാള് നീ എന്താ അങ്ങനെ വിളിക്കാതിരുന്നത്? ആ, തോന്നിയില്ല. എന്നോടുള്ള സ്നേഹവും കരുതലെല്ലാം കാണുമ്പോ സുപ്രിയേട്ടത്തെ പോലെ തന്നെ എനിക്ക് തോന്നിയത്. വാത്സല്യത്തിന്റെ ഒരു നിറവായിട്ടാ എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അങ്ങനെ വിളിക്കാതിരുന്നത് തെറ്റായി പോയിന്ന് ഇന്നാ എനിക്ക് മനസ്സിലായത്. നിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തതും നിന്നോട് അടുത്തിടപഴകിയതും മനഃപൂർവ്വം തന്നെ. എനിക്കൊരു ആംഗ്ലയല്ല. നീ വന്നപ്പോ ഒരു കൂടപ്പറപ്പിന്റെ സ്ഥാനത്താ ഞാൻ നിന്നെ കണ്ടത്. എനിക്കറിയാം മൈസൻ, ജ്യോതി നിന്നെ തിരിച്ചു കൊണ്ടുവന്നത് തന്നെ അവളുടെ സ്വന്തം ഇഷ്ടത്തിലാ. അവൾ നിന്റെ കയ്യും പിടിച്ച് നീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോ മറ്റു ചിലര് അതിനെ തെറ്റിദ്ധരിച്ചു. അമ്മയ്ക്കും ഉള്ളിലൊരു വേവലാതി ഉണ്ടായിരുന്നു. എന്തിന്? അമ്മയെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചോ? അമ്മയുടെ മോനെ അമ്മയ്ക്കറിയില്ലേ? എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ലടാ കുട്ട. പക്ഷേ മറ്റുള്ളവർ എന്തെങ്കിലും തെറ്റിദ്ധരിക്കുമോ എന്ന അമ്മ ഭയന്നത്. ഞാൻ കാരണം എന്റെ ഏട്ടനോ ഏട്ടത്തിയമ്മയോ ഒരപമാനോ വേദനയോ അനുഭവിക്കാൻ പാടില്ല. ഏട്ടത്തിയെ മുറിവേൽപ്പിച്ച വാക്കുകളാ മായ പറഞ്ഞത്. എന്റെ ഏട്ടത്തിയമ്മയുടെ മനസ്സ് വേദനിച്ചത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ മായോട് ഞാൻ അങ്ങനെ പ്രതികരിച്ചത്. അപ്പോ കിട്ടിയത് വാങ്ങി മുറി അടച്ചിരിക്കാനാണോ പ്ലാൻ? അല്ലടി, എന്റെ കവിളിൽ കിട്ടിയത് അതേ കനത്തില് അവളുടെ കവിളിൽ ഞാൻ പതിപ്പിക്കും. അതിനുള്ള അവസരം താമസിയാതെ തന്നെ കിട്ടും. നീ നോക്കിക്കോ. നാളെ മുതൽ അവള് കാണാൻ പോകുന്നത് ഇതുവരെയുള്ള അമരാവതി വീടായിരിക്കില്ല. വറച്ചട്ടിയിലിട്ട് പൊരിക്കും ഞാൻ അവളെ. അതുമാത്രമല്ല, DK അവളെ ഉപേക്ഷിക്കുന്ന ഒരു ദിവസം വരും. അന്ന് DKയുടെ മുന്നിൽ വെച്ച് തന്നെ അവളുടെ കരണത്ത് ഞാൻ തിരിച്ചടിക്കും. DK അത് കണ്ണു തുറന്ന് കാണുകയും ചെയ്യും. അന്ന് ഞാൻ തല്ലിയതിന് ഒരു വാക്കുപോലും DK എന്നെ കുറ്റപ്പെടുത്തില്ല. കുറ്റങ്ങളെല്ലാം അന്ന് ജ്യോതിയുടെ മേലായിരിക്കും. പിന്നെ ഈ അമരാവതി ഞാൻ ഭരിക്കും. മായച്ച എന്താ പറഞ്ഞു വരുന്നത്? എടി, ജ്യോതിയെ DK ഡിവോഴ്സ് ചെയ്യും. പിന്നെ DK ഒരു കല്യാണം കഴിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. SK ഇപ്പോ ഒരു ഭ്രാന്തന്റെ മേൽവിലാസത്തിലാ ജീവിക്കുന്നത്. ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തന് മകളെ കെട്ടിച്ചു കൊടുക്കൂ? അതും സംശയമാണ്. അങ്ങനെ വന്നാൽ അമരാവതി വീട്ടിലെ മൂത്ത മരുമകൾ പിന്നെ ആരായിരിക്കും? മായച്ച തന്നെ. ശ്ശോ, ഞാൻ ഇത്രയൊന്നും ആലോചിച്ചില്ല. ഹോ, ഇതൊക്കെ നടന്നാ മതിയായിരുന്നു. ആ ജ്യോതിക്കിട്ട് മായച്ച ഒരെണ്ണം പൊട്ടിക്കുന്ന കാണാൻ എന്റെ കണ്ണ് കൊതിച്ചിരിക്ക. അത് ഓർക്കുമ്പോ തന്നെ എന്തൊരു സന്തോഷം. ആ സന്തോഷം നിനക്ക് ഞാൻ നേരിൽ കാണിച്ചു തരാം. അന്ന് ഈ 5 കൈവിരലുകളും അവളുടെ കവിളത്ത് പതിഞ്ഞു തന്നെ കിടക്കും. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ മായ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒരമ്മായിയമ്മ അവസാനിപ്പിക്കും ഞാൻ അവളെ. സ്വാമി, കുട്ടി വന്നല്ലേ? ഞാൻ പ്രതീക്ഷിച്ചു. ഭർത്താവിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല സ്വാമി. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല.
ശത്രു കാണാമറയത്താണ്, പക്ഷേ വെളിവാകും. കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്ത് കൊണ്ടു എന്ന് കരുതിയാൽ മതി. എനിക്ക് വല്ലാത്ത പേടിയാവുന്നു. ഇനി ഇതുപോലെ വല്ലതും ഉണ്ടാവുമോ സ്വാമി? ആ കുടുംബത്തിന്റെ താങ്ങും തണലുമാണ് അദ്ദേഹം. ഉള്ളിലെ ഭയം എനിക്ക് കുട്ടിയുടെ കണ്ണുകളിൽ കൂടി കാണാം. പണ്ട് ദേവാസുര യുദ്ധം നടക്കുന്ന കാലത്ത് അസുരന്മാരെ ഭയന്ന് ദേവേന്ദ്രൻ ഓടിപ്പോയി. അന്ന് രാക്ഷസന്മാരോട് എതിരിടാൻ ഭഗവാൻ മഹാവിഷ്ണു ദേവന്മാർക്ക് ഇന്ദ്രധ്വജം നൽകി. ഈ ഇന്ദ്രധ്വജം എന്നാൽ എന്താണെന്നറിയോ? ഇല്ല. ശത്രുഭയം ഇല്ലാതാക്കുന്നതിനും മഴ പെയ്യിക്കുന്നതിനും ഉയർത്തുന്ന കൊടിമരമാണ് ഇന്ദ്രധ്വജം. അതിനുശേഷം ദേവന്മാർ യുദ്ധം ജയിച്ചു. ഇവിടെ അമരാവതിയിലെ ശത്രുക്കളെ ജയിക്കാൻ അയാളുടെ കുലദൈവങ്ങൾ കനിഞ്ഞനുഗ്രഹിച്ച ആയുധമാണ് നീ. ഇന്ദ്രധ്വജം പോലെ അമരാവതിക്ക് മേൽ അനുഗ്രഹമാകാൻ നിന്റെ ജാതക യോഗത്തിന് മാത്രമേ കഴിയൂ. പക്ഷേ അതിന് കുട്ടി ചെയ്യേണ്ടുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സ്വാമി. ആ കുടുംബത്തിനും അവിടെ ഉള്ളവർക്കും ഒന്നും സംഭവിക്കരുത്. ഞാൻ ആ വീട്ടിൽ യോഗ്യതയില്ലാതെ വന്നു കയറിയവളാ. അദ്ദേഹത്തിന്റെ ഭാര്യ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അതിന്റെ പേരിലുള്ള ഒരു അവകാശവും അധികാരവും എനിക്കില്ല. എങ്കിലും എന്നെ സ്നേഹിക്കുന്ന ഒരു അമ്മയുണ്ട് ആ വീട്ടിൽ. ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ മനസ്സുള്ള ആളാണ് എന്റെ ഭർത്താവ്. അവർക്ക് വേണ്ടി എന്റെ ജീവൻ നൽകാൻ വരെ ഞാൻ തയ്യാറാ സ്വാമിജി. നീ പറഞ്ഞ സങ്കടങ്ങൾക്കൊക്കെയുമുള്ള പരിഹാരം നേരത്തെ തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. വിഷമിക്കണ്ട. സമയമാവുമ്പോ ഈശ്വരൻ തന്നെ നിനക്കത് കാണിച്ചു തരും. പക്ഷേ നിന്റെ ഭർത്താവിന്റെ ആരോഗ്യ സൗഖ്യത്തിനു വേണ്ടി നീ സോമവാര വ്രതം അനുഷ്ഠിക്കണം. എന്താന്ന് മനസ്സിലായില്ലല്ലേ? തിങ്കളാഴ്ച വ്രതം തന്നെ. പരമശിവനും പാർവതിയും വേർപിരിഞ്ഞവരാണ്, പക്ഷെ വീണ്ടും ഒന്നിച്ചില്ലേ? അതിന് സമാനമാണ് നിങ്ങളുടെ ജീവിതം. പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകും, ശത്രുക്കളുടെ എണ്ണവും കൂടും. ശുദ്ധ അശുദ്ധങ്ങൾ നോക്കി മാസത്തിൽ ഒന്നെന്ന ക്രമം നോക്കി 12 മാസക്കാലം ഈ വ്രതം അനുഷ്ഠിക്കണം. ശേഷം എല്ലാം ഭംഗിയാവും. ബാ. എന്തെങ്കിലും സംശയിച്ചു നോക്കുന്നേ? ഏട്ടൻ ഞങ്ങളെ കണ്ടിട്ട് മനസ്സിലായില്ലേ? എന്താ നിങ്ങൾ ഇവിടെ? അല്ല, നീ എന്തിനാണ് എപ്പോഴും ഇവളുടെ കൂടെ കറങ്ങി നടക്കുന്നത്? ഞങ്ങളൊരു പരാതി നൽകാൻ വന്നതാ സാറേ. പരാതിയോ? എന്ത് പരാതി? വെഡിങ് ആനിവേഴ്സറിയുടെ ഇടയില് DK കുത്തിയത് ആരാണെന്ന് ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. അവനെ ഏട്ടനൊന്ന് കണ്ടുപിടിച്ചേരണം. പ്രതിയെ പോലീസ് അന്ന് തന്നെ അറസ്റ്റ് ചെയ്താണല്ലോ. കുത്തേറ്റ ആൾക്ക് പരാതിയില്ലാന്ന് അയാളുടെ ഭാര്യ തന്നെ വന്ന് പറയുമ്പോ പിന്നെ പോലീസ് എന്ത് ചെയ്യാനടി? ആ ഫോട്ടോ കണ്ടിട്ട് അവിനാഷ് നിങ്ങളോട് എങ്ങനെ പ്രതികരിച്ചത്? ആദ്യം അറിയില്ലെന്ന് പറഞ്ഞു, പിന്നെ തെളിവ് സഹിതം പറഞ്ഞപ്പോ അവനിപ്പോ ജയിലിലാണെന്ന് പറഞ്ഞു. അതും പൊളിയൊന്നായപ്പോ ഞങ്ങൾക്ക് നേരെ ചൂടായി. മൊത്തത്തിൽ ഏട്ടനൊന്ന് ഉരുണ്ട് കളിച്ചോന്നാ എന്റെ ബലമായ സംശയം. എനിക്ക് ഉറപ്പാ അവിനാഷും ഇവനും തമ്മിൽ വളരെ അടുത്തറിയാം. ആ ഫോട്ടോ കണ്ട നിമിഷം
അവിനാശിന്റെ മുഖത്തുണ്ടായ ഞെട്ടൽ അതിനുള്ള തെളിവ. ഡി കെ, അയാൾക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടെന്ന് തെളിഞ്ഞ എന്റെ സഹോദരനാണെന്ന് ഒരു പരിഗണനയും വേണ്ട. അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കണം. അവിനാശ് എപ്പോഴും എന്റെ ശത്രുവശത്തായിരുന്നു. സ്വന്തം സഹോദരി വിവാഹം കഴിച്ചയച്ച വീടാണെന്നോ ഇവിടെയുള്ളവരൊക്കെ ബന്ധുക്കളാണെന്നോ അവൻ കരുതിയിട്ടില്ല. സ്വന്തം ലാഭത്തിനു വേണ്ടി അവൻ ആരുമായിട്ടും കൂട്ടുകൂടും. ഇനി ഇയാളെ തന്നെയാണോ സ്വാമി പറഞ്ഞ ആ ശത്രു? സ്വന്തം ഭാര്യയായിരുന്നവളോട് കാണിച്ച ചതി നമ്മളെല്ലാം കണ്ടതല്ലേ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും മുന്നിൽ ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചില്ലേ? അതിനേക്കാൾ വലുതല്ലല്ലോ ഇത്. സൂര്യയെ ജ്യോതി നിർബന്ധിച്ച് ബന്ധുക്കൾക്കൊപ്പം പറഞ്ഞു വിട്ടത് ഏട്ടൻ ഒട്ടും രസിച്ചിട്ടില്ല. സ്വന്തം ജീവിതം അവൻ തന്നെ എറിഞ്ഞൊടിച്ചതിന് വേറെ ആരെങ്കിലും ഉത്തരവാദിയാണോ? ഞാനായിട്ടൊരു പ്രതികാര നടപടിക്കുമില്ല. ചിത്രയ്ക്ക് വേണ്ടിയാ ഞാൻ പലപ്പോഴും ക്ഷമിച്ചത്. ഇനി അത് വേണ്ട ഡി കെ. നീ ഇത്ര ഇങ്ങോട്ട് വന്നത്? ഈ പടി ചവിട്ടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഗെറ്റ് ഔട്ട്. പത്മാവതിയമ്മ ക്ഷമിക്കണം. ഞാൻ വഴക്കിന് വന്നതൊന്നുമല്ല, ഡേക്കെ ഒന്ന് കാണാൻ വന്നത്. എന്തിന്? നീ എന്തിനാ അവനെ കാണാൻ വരുന്നത്? ഒരു ക്ഷമ പറയും. അനലിപ്പാമ്പിന് വിഷമില്ലാന്ന് ആരെങ്കിലും വിശ്വസിക്കുവോ? നീ എന്റെ മോനെ കാണണ്ട, പൊയ്ക്കോ. അണലിയെന്നോ രാജവെമ്പാലയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ ഇത്രയും ദൂരം ഞാനിവിടെ വരെ വന്നിട്ട് ഡീക്കെ ഒന്ന് കാണാതെ എങ്ങനെയാ തിരിച്ചു പോകുന്നത്? കാല് പിടിക്കാൻ ഞാൻ ആരുടെയും ദൈവമൊന്നുമല്ല. അങ്ങനെ ആകാൻ ആഗ്രഹവുമില്ല. അതുകൊണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം. അന്ന് ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ നിയന്ത്രണം വിട്ട് നിങ്ങളോടൊക്കെ സംസാരിച്ചു. അതൊക്കെ തെറ്റായിപ്പോയെന്ന് എനിക്ക് മനസ്സിലായി. വെരി ഗുഡ്. അപ്പൊ പണ്ട് ചെയ്തതോ? എന്റെ അനിയനെ മർദ്ദിച്ച് അവശനാക്കി കോയമ്പത്തൂരിലെ ഒരു ഭ്രാന്താശുപത്രിയിൽ ഉപേക്ഷിച്ചതോ? അതും തെറ്റായിപ്പോയിന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? എന്തേ മറുപടി ഇല്ലേ? ഉണ്ട്. അന്ന് ചെയ്തതൊക്കെ തെറ്റായിരുന്നോ ശരിയായിരുന്നോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്റെ മകളെ രക്ഷിക്കാനുള്ള മരണപ്പാച്ചിലിൽ ചെയ്തു പോയതാ അതെല്ലാം. പക്ഷെ ജീവിതം നഷ്ടപ്പെട്ടത് ശിവയുടേതാ. ഭ്രാന്തനായത് എന്റെ അനിയനാ, ആയതല്ല, ആക്കിയതാണ് നിങ്ങൾ. ഇനിയെങ്കിലും എന്റെ മോനെ ഒന്ന് വെറുതെ വിട്ടുകൂടെ? അമ്മേ മതി. കഴിഞ്ഞതിനെ കുറിച്ച് നമ്മളിനി പറയണ്ട. നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചു കിട്ടുകയുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയാം. എന്റെ അനിയന്റെ ജീവിതത്തിൽ ഇനി നിങ്ങളുടെ മകളെ കുറിച്ചുള്ള ചിന്ത പോലും ഉണ്ടാവില്ല. ഉറപ്പാണല്ലോ അല്ലേ? ഞാൻ ആരോടും വെറും വാക്ക് പറയാറില്ല. അപ്പോ സംഗതി ഏറ്റു. ഈ വരവ് കൊണ്ട് ഗുണമുണ്ടായി. മറ്റൊന്നും പറയാനില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഇങ്ങനെയൊരു പെരുമാറ്റം പോലും ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതല്ല. നന്ദിയുണ്ട്. ഒരമ്മയുടെ സങ്കടം മനസ്സിലായല്ലോ. താങ്ക്സ്. നിക്കേ.
നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ അതേപോലെ തന്നെ വിശ്വസിച്ചു എന്ന തോന്നൽ വേണ്ട. ഈ വരവിന് പിന്നിൽ ഒരു അതിബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം, വളരെ വളരെ സൂക്ഷിക്കണം. വേണ്ട. അതെ, ഇന്നിവിടെ ഒരാൾ വന്നിരുന്നു. ആര്? ആ ഹിരൺമയി, മറ്റേ സിനിമാ നടിയില്ലയോ, അവളുടെ അമ്മ. അപ്പോ അവൾ ഇവിടെയും വന്നോ? ആ വന്നു. ഇന്ന് അവളെ അമരാവതിയിലും വന്നിരുന്നു. അല്ല, ഇവിടെ വന്ന് അവൾ എന്താ പറഞ്ഞത്? ശിവയെ ഞാൻ പറഞ്ഞു വിലക്കണമെന്ന് പറയാനാ അവള് വന്നത്. എന്തിന്? അതിലെന്തോ അപകടമുണ്ട് നാത്തൂനെ. ശിവയിടയ്ക്ക് ആ പെണ്ണിനെ വിളിച്ചു എന്നോ സംസാരിച്ചു എന്നൊക്കെയാണ് ആ പെണ്ണും പിള്ള പറയുന്നു. നോ ചാൻസ്. മൈ സൺ ശിവ ഇനി അവളുടെ പിന്നാലെ നോട്ട് ഗോ. എനിക്ക് ഉറപ്പാ. അവിടെ എന്തു പറഞ്ഞ അവള് കയറി വന്നേ? ഇതൊക്കെ തന്നെ, അല്ല എന്തു പറയാനാ. ജ്യോതിമോൾ അവൾക്ക് വയർ നിറച്ച് കൊടുത്താ വിട്ടത്. ഷാപ്പാടോ? ഷാപ്പാടല്ല ഏട്ടാ, വഴക്ക്. നന്നായി. അല്ലെങ്കിലും അവൾ ആള് മിടിക്കുക. ഉരുളക്കുപ്പേരി പോലത്തെ മറുപടി കൊടുത്തോളൂ. കറക്റ്റ്. പിന്നെ ഞാൻ അവളുടെ കാര്യം കൂടെ പറയാനാണ് പെങ്ങളോട് വരാൻ പറഞ്ഞത്. അത് പിന്നെ അവരെ ഇങ്ങനെ വിട്ടാ മതിയോ? ഞാൻ പിന്നെ എന്തു വേണം? ഇനിയെങ്കിലും ഒരു കുഞ്ഞു കലാമുറ്റത്ത് ഓടി നടക്കണ്ടേ? അതിന് അവര് തമ്മിലുള്ള അടി തീർന്നിട്ട് വേണ്ടേ? ഞാനിപ്പോ എന്ത് ചെയ്യട്ടാ? മൈ ലിറ്റിൽ കണ്ണനോട് എന്റെ സങ്കടം പറഞ്ഞ കരയാനല്ലേ എനിക്ക് പറ്റൂ. നാത്തും വിചാരിച്ചാ നടക്കും. ഇത് നടത്തണം പെങ്ങളെ. പിന്നെ എന്തുവെന്ന് വെച്ചാ നമ്മുടെ വിസയും പാസ്പോർട്ടും ഒക്കെ ഏതാണ്ട് തീരാറായി. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അവർക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നെ കൊണ്ട് പറയാത്തതല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ കേക്കട്ടെ, അവൻ അവളെ വൈഫായിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്നേ. ആരുടെ കാര്യ നീ ചോദിക്കുന്നത്? അമരാവതിയിൽ ഇന്നലെ ഒരു പെണ്ണുപിള്ള വന്നിട്ടില്ലേ? ജ്യോതിമോള് നിങ്ങളോട് പറഞ്ഞില്ലേ? അവരുടെ കാര്യമാ ഞാൻ ചോദിച്ചത്. അവരെന്തിനാ വന്നത്? ആർക്കറിയാം. അവരുടെ മോള് വലിയ സിനിമാ നടിയാ, അമലാ ദാസ്. അവളെ കാണാൻ ശിവ ലൊക്കേഷൻ ചെന്നാ അവര് പറയുന്നത്. ഓ കഷ്ടം. അതിനാണോ ഈ പുകലൊക്കെ ഉണ്ടാക്കിയത്? അല്ല, അവർക്ക് DKയോട് എന്താ എത്ര വൈരാഗ്യം? അതൊന്നും പറയാനുള്ള മൂടൊന്നും ഇപ്പൊ ഇല്ല. നീ ചോറ് കാണുമ്പോ നല്ല വിശപ്പ്. അതെ, ഇതിന്റെ ഇടയ്ക്ക് എന്റെ കൊച്ചിന് 250 പവൻ കൊടുത്ത് കെട്ടിക്കുന്ന കാര്യം മറക്കരുത്. എങ്ങനെയെങ്കിലും DKയോടതൊന്ന് ചോദിച്ചേ പറ്റൂ. നിങ്ങൾ വിചാരിച്ച നടക്ക് സുധേട്ടാ. നിങ്ങളോട് DKയ്ക്ക് വലിയ ബഹുമാനോ. അമ്മയ്ക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? എപ്പോ അമരാവതിയുടെ കാര്യം പറഞ്ഞാലും അവിടെ കയറി വരും 250 പവൻ 250 പവൻ. അമ്മയ്ക്ക് നാണമില്ലേ? ഇല്ലടി, എനിക്ക് ഒട്ടും നാണമില്ല. പെൺമക്കളെ പെറ്റ അമ്മമാര് നാണിച്ചിരുന്നാലേ മക്കള് വെറും കഴുത്തുമായിട്ട് കല്യാണ പന്തലിലേക്ക് കയറേണ്ടി വരും. എടി, കാര്യങ്ങളെല്ലാം DKയ്ക്ക് അറിയാം. ഈ കല്യാണം തീരുമാനിച്ചത് DKയാ. അത് നടത്താൻ വേണ്ടതൊക്കെ DK ചെയ്തോളും. കുത്തുകൊണ്ട് ചാകാൻ കിടക്കുമ്പോ തന്നെ ചോദിക്കണം 250 പവൻ. ആർത്തി എന്ന് പറഞ്ഞ ഇങ്ങനെയുണ്ടോ? ഇനി ഈ വീട്ടിൽ 250 പവന്റെ കാര്യം മിണ്ടി പോരുത്. മിസ്റ്റർ കൃഷ്ണകുമാർ, ഒരു ജോലി നിങ്ങളെ ഏൽപ്പിച്ചത് നിങ്ങളത് കൃത്യമായി ചെയ്യുമെന്ന വിശ്വാസം കൊണ്ടാണ്. സാർ, എന്താ സംഭവിച്ചെന്ന് പറയാതെ. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയണോ? നിങ്ങൾ ഇന്ന് കൊടുത്തയച്ച അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു നോക്ക്. സാർ, അതിലെന്താ പ്രോബ്ലം? 15 lakhs ആണ് എമൗണ്ട് മിസ്സിംഗ് കാണിക്കുന്നത്. നിങ്ങൾ തന്നെയാണോ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? അതെ സാർ, ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് എല്ലാം ചെയ്യുന്നത്. അതൊന്നും എനിക്കറിയണ്ട. കറക്റ്റ് ചെയ്ത അക്കൗണ്ട്
നാളെ രാവിലെ 11 മണിക്ക് മുമ്പ് എനിക്ക് കിട്ടിയിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? ശരി സാർ. എന്തു പറ്റി ചേട്ടാ? ഭയങ്കര ചൂടിലാണല്ലോ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടല്ലേ. മണ്ടത്തരം പറയുന്നത് നിനക്കിതൊന്നും മനസ്സിലാവില്ല. അതിനിപ്പോ എന്തിനാ ദേഷ്യപ്പെടുന്നേ? അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോ ആർക്കായാലും ചില തെറ്റുകളൊക്കെ സംഭവിക്കും. ചേട്ടാ കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാൻ ഈ ഫയലൊന്ന് നോക്കിക്കോട്ടെ. എന്തിന്? ഇത് കോമിക് ബുക്ക് അല്ല, രസത്തിന് വായിച്ച് ചിരിക്കാൻ. ഓ മനസ്സിലായി എന്റെ പൊന്ന് സാറേ. എന്നാലും ഞാനൊന്ന് നോക്കിക്കോട്ടെ. ചിലതൊക്കെ എന്നെ കൊണ്ടും ചെയ്യാൻ പറ്റും. നീ ഒന്നും ചെയ്ത് സഹായിക്കണ്ട. ഇതൊന്നും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ദേ ഇതിലൊന്നും തൊട്ടുപോകരുത്. അമ്മേ, അമ്മ എന്താ ഇന്നലെ വരാതിരുന്ന? അമ്മാവനും അമ്മായിക്കൊക്കെ സുഖല്ലേ അമ്മേ? അമ്മേ, അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നേ? നോക്കേണ്ടത് നോക്കൂ, കാണേണ്ടത് കാണും. എന്റെ കൺമുമ്പിൽ നിന്ന് ഒന്നും മറയ്ക്കാൻ ആർക്കും പറ്റില്ല. മനസ്സിലായില്ലേ? വഴക്ക് പറഞ്ഞോ? എന്തിന്? അതെങ്ങനെ എനിക്കറിയാം? അമ്മ എന്താ ഇന്നലെ വരാത്തെന്ന് വെറുതെ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പോഴാ എന്നോട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചത്. ഇത്ര പെട്ടെന്ന് ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണം? അമ്മയ്ക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോയ അമ്മയല്ല ഇങ്ങോട്ട് തിരിച്ചു വന്നത്. ഇനി അവിടെ ചെന്നിട്ട് അമ്മാവൻ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വിട്ടതാണെങ്കിലോ? ഏയ്, അതിന് സാധ്യതയില്ല. കുറച്ച് കൂടുതൽ പറയുമെന്നേ ഉള്ളൂ. ഈ വീടിനകത്ത് ആരെയും തമ്മിൽ തെറ്റിക്കാൻ അമ്മാവനൊന്നും പറയില്ല. ഇതിന് കാരണം മറ്റെന്തോ ആണ്. എന്തായാലും ചീത്ത കേട്ടത് എനിക്കാ. മായച്ചി ഒന്ന് പോയി കാര്യം എന്താന്ന് തിരക്കേ. ഏയ്, അത് വേണ്ട. ഇപ്പൊ ചെന്ന് ചോദിച്ചാ ചിലപ്പോ എനിക്കും കിട്ടും. അതും അമ്മയുടെ മുറി ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാം ചേർത്ത് ഒരുമിച്ചിങ്ങ് കിട്ടും. കുറച്ച് കഴിയട്ടെ, സമാധാനമായിട്ട് ഞാൻ അമ്മയോട് ചോദിക്കാം. ചോദിക്കണം, ഇല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോവും. പറഞ്ഞേക്കാം. ഇപ്പോ എന്തുവാ ഈ വരവിന്റെ ഉദ്ദേശം? ഇവിടുന്ന് ആരെങ്കിലും വിളിച്ചായിരുന്നോ? എടാ കള്ള പൽപരാഭ, എന്താ അമ്പികച്ചിട്ടേ? മരിക്കുന്നതിന് മുമ്പ് എന്റെ സകല സ്വത്തുക്കളും നിനക്കല്ലേടാ ഞാൻ എഴുതി തന്നത്? അതെ. എന്നിട്ട് അതിൽ നിന്ന് ഒരു 15 രൂപ എടുത്ത് കഴിഞ്ഞ കർക്കിടക വാവിന് നീ എനിക്ക് ബലിയിട്ടോടാ? ഇല്ല. കള്ള, നിന്റെ ഞാൻ ശപിക്കൂടാ. കഴിഞ്ഞ കർക്കിടക വാവിന് 25 രൂപ എടുക്കാൻ എന്റെ ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്കിടാൻ പറ്റിയില്ല. അതുമല്ലാതെ ഞാൻ വയറിന് സുഖമില്ലാതെ ആശുപത്രി കിടക്കുകയായിരുന്നു. എന്റെ കാശ് മേടിച്ചിട്ട് എന്നെ ചതിച്ചല്ലേടാ. നിന്റെ അസുഖം ഞാൻ ഇപ്പൊ മാറ്റിത്തരാം. നിന്നെ ആരാടാ മോനെ കുത്തിയത്? നിന്റെ ജീവിതം മുഴുവൻ കുഴപ്പമാണെന്ന് അറിഞ്ഞിട്ട് വന്നതാടാ ഞാൻ. ഞാനും സുപ്രിയയും കൂടി അവിടെ എന്നും നിന്റെ കാര്യം പറയുമായിരുന്നു. സുപ്രിയ, അമ്മ എന്തൊക്കെയാ പറയുന്നത്? അമ്മയല്ല, അംബിക ചിറ്റ. എന്റെ ഉണ്ണിയുടെ കാര്യങ്ങൾ അറിയാനാ ഞാൻ വന്നത്. നിന്റെ കാര്യം അന്വേഷിച്ചു വരണമെന്ന് സുപ്രിയ പറഞ്ഞത്. സുപ്രിയ എവിടെ കണ്ടെന്ന അമ്മ അല്ല അംബിക ചിറ്റ പറയുന്നത്? അവളിപ്പോ ചിത്രഗുപ്തന്റെ കണക്കപ്പിള്ളയാ മോനെ. കണക്കപ്പിള്ളയോ? അതെ.
കലക്കുന്നുണ്ട്. നീ ഇപ്പോ ജ്യോതിയെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നുണ്ടെന്നാ അവൾ എന്നോട് പറഞ്ഞത്. ചിലപ്പോ ജ്യോതി ഗർഭിണിയായിരിക്കുമെന്നും അവൾ എന്നോട് പറഞ്ഞു. ആണോടി മോളെ? അല്ല. അതിന് നീ എന്തിനാ ഇത്ര നാണിക്കുന്നത്? ഇവള് നിന്റെ ഭാഗ്യമാണെന്നാ സുപ്രിയ പറഞ്ഞത്. അവള് അങ്ങനെ പറഞ്ഞോ? ആ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം രാവിലെ ചിത്രഗുപ്തന്റെ ഗാർഡൻ പൂന്തോട്ടത്തിൽ നടക്കാൻ ഇറങ്ങിയപ്പോ ഞാൻ അവളെ കണ്ടിരുന്നു. അപ്പോഴാ അവൾ ഇക്കാര്യം എന്നോട് പറഞ്ഞത്. എന്നിട്ട് അവള് ഇവന്റെ കാര്യം ഒന്നും ചോദിച്ചില്ലേ? ഇവനെയൊക്കെ അവൾ എന്നേ മറന്നുപോയി. ഈ പാൽക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കും? തേങ്ങാപ്പാല് വേണോ അതോ പശുമ്പാല് വേണോ? ഒരു പിടിയില്ലല്ലോ. ഇത് പാലില് തിളപ്പിക്കണോ അതോ തിളപ്പിച്ചിട്ട് പാല് ചേർക്കണോ? പൊടിയരി എവിടെയാണോ എന്തോ. അല്ല, പാൽക്കഞ്ഞിക്ക് പൊടിയരിയാണോ കുത്തരിയാണോ വേണ്ടത്? എനിക്ക് വയ്യ, ഒത്തിരി കഷ്ടം. അമ്പികച്ചിട്ടേക്ക് അമ്മയുടെ ദേഹത്തെ കയറാൻ കണ്ട നേരം ചുമട്ട് കൊല്ലണം ഈ പ്രേതങ്ങളെല്ലാം. താരേ, നീ എന്തായി കാണിക്കുന്നേ? സം പാൽക്കഞ്ഞി പ്ലീസ്. ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ. അതിന് നീ ദേഷ്യപ്പെടുന്ന എന്തിനാ? അതിന് എനിക്ക് പാൽക്കഞ്ഞി ഉണ്ടാക്കാൻ അറിയണ്ടേ? അതാണോ പ്രശ്നം? പാൽക്കഞ്ഞി ഞാൻ ഉണ്ടാക്കി തരാം, പോരെ? യൂട്യൂബിൽ നോക്കിട്ട് അതിന്റെ റെസിപ്പി എടുത്താലോ? അതൊന്നും വേണ്ട, നമുക്കുണ്ടാക്കാം. ഈ പ്രേതം അതെങ്ങാനും അമ്മയുടെ ദേഹത്തുനിന്ന് ഇറങ്ങി പോവോ മായച്ചി? ആർക്കറിയാം. എന്തായാലും പാൽക്കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു നോക്കാം. ഭർത്താവിനെ സ്നേഹിക്കണം, അനുസരിപ്പിക്കണം. ഇനിയെങ്കിലും നീ ഇവന്റെ യഥാർത്ഥ ഭാര്യയായേ പറ്റൂ. ഇല്ലെങ്കിൽ നിന്നെ നാം ശപിക്കും. അയ്യോ വേണ്ട വേണ്ട. എനിക്കൊന്ന് വിശ്രമിക്കണം മകളെ. ഉണ്ണിയേ, പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ അല്ലേ? വരും മകളെ, നോമിന് വിശ്രമിക്കാൻ സ്ഥലം കാണിച്ചു തരിക. നടക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.